എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്നാണെന്നറിയോ, കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മാങ്ങ അച്ചാർ ഇടാൻ പോവുക. പിന്നെ കുറേ കണ്ണിമാങ്ങ ഇടുന്നുണ്ട്, അത് പുറമേ കാണിക്കാം. അതിപ്പോൾ ഇല്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുറച്ച് മാങ്ങ ഇടാൻ പോവുക. അത് ഞാൻ ഇത് യൂട്യൂബിലൊന്നും കണ്ടിട്ടൊന്നും ഇടുന്നതല്ല, ഞാൻ പണ്ട് മുതലേ ഇതൊക്കെ ഇടുന്ന സംഭവമാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു. ആ സമയത്ത് 15 വർഷത്തിന് മുമ്പേ ഞങ്ങളുടെ മക്കളൊക്കെ നഴ്സിങ്ങിന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മാങ്ങ ഇട്ട് കൊടുത്തു വിടും. അപ്പോൾ ഒരു വർഷം വരെ അത് കേടാകാതിരിക്കും. അവരുടെ കൂട്ടുകാരൊക്കെ പറയും ഞങ്ങൾ കൊണ്ടിരുന്നല്ല അഴുക്കാവും, നിങ്ങളുടെ തന്നെ ചീത്തയാകാതെ എന്ന് പറയും. അപ്പോൾ അതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 2 ദിവസം ഞാൻ ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കും. അപ്പോൾ അതിൻ്റെ മാങ്ങയുടെ വെള്ളം മൊത്തം പറ്റി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് അച്ചാറാക്കുന്നത്. അപ്പോൾ ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. പെരുംജീരകം വേണം, അയമോദകം വേണം, കടുക് വേണം, ഉലുവ വേണം, ജീരകം വേണം, കരിഞ്ജീരകം വേണം, പിന്നെ കടുക് പരിപ്പ്. വലിയത് കടുകെണ്ണയ്ക്കകത്താണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഞാനിത് നേഴ്സിങ്ങിന് പിള്ളേർ 4 വർഷം പഠിച്ചപ്പോഴും എല്ലാ വർഷവും മാങ്ങയുടെ സീസണാകുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു. അല്ലാതെ നമ്മൾ പുതുതായിട്ട് കണ്ടതും കേട്ടതും ഒന്നുമല്ല, പണ്ട് തൊട്ടേ ഇതൊക്കെ ചെയ്തു വരുന്ന സംഭവങ്ങളാണ്. അതിപ്പോൾ ഞാൻ വീഡിയോ ആക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ഇപ്പം മാങ്ങ പറിച്ചപ്പോൾ അത് കുറച്ചങ്ങ് അച്ചാറിടാമെന്ന് വെച്ചതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങി. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 1 സ്പൂൺ ഉലുവായും ഒന്ന് വറുത്ത് പൊടിക്കുകയാണ്. 1 സ്പൂൺ ഉലുവായും 1 സ്പൂൺ കടുകും കൂടിയാണ് വറുത്ത് പൊടിക്കുന്നത്. ഉലുവ ശകലം ഒന്ന് മൂത്തിട്ട് കടുകിടാമെന്ന് വെച്ചു. ഒരു സ്പൂൺ കടുകും കൂടി ഇടുക. ഉലുവ നല്ലതുപോലെ ചുമന്നിട്ട് വറുത്ത് പൊടിച്ച് വെക്കണം. ഇപ്പം മാങ്ങയുടെ സീസണായപ്പോൾ ഞങ്ങളെല്ലാം പല രീതിയിലെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടത്തിലൊക്കെ കൊയ്ത്തുകാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഇഷ്ടം പോലെ കൊണ്ടുപോയി കഴിക്കുമായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-12 കൊല്ലത്തിന് മുമ്പേ. അപ്പോൾ നമ്മുടെ കടുകും ഉലുവായും വറുത്ത് വെച്ച് ഒന്ന് ചൂടാറിയിട്ട് പൊടിക്കുക. ആ നേരത്തിനൊക്കെ പെരുംജീരകം ഇടുക. പെരുംജീരകം 2 സ്പൂൺ പെരുംജീരകം ഇട്ടു. അതൊന്ന് ചൂടാകട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടാകണം. ഇതൊന്നും പൊടിക്കുന്നില്ല കേട്ടോ. പെരുംജീരകം, അയമോദകം, പിന്നെ കരിഞ്ജീരകം, ഈ സാധനങ്ങളൊന്നും പൊടിക്കുന്നില്ല. ഇത് ജസ്റ്റ് അങ്ങനെ അങ്ങ് ഇടുക, ചൂടാക്കിയിട്ട് അങ്ങ് ഇടുക. പെരുംജീരകം ഒന്ന് ചതയ്ക്കും, അത്രേ ഉള്ളൂ. പിന്നെ ചതയെന്നൊക്കെ ഇടുന്നുള്ളൂ. ഓക്കെ, മതി. നമ്മൾ കടുക് ഉലുവായും പൊടിച്ച് വെച്ചു, പിന്നെ പെരുംജീരകം പൊടിച്ച് വെച്ചു. പെരുംജീരകം പൊടിക്കുമല്ല, ചതയ്ക്കുക കേട്ടോ. ഇനി അയമോദകം, കരിഞ്ജീരകം, പിന്നെ നല്ല ജീരകം 1 സ്പൂണ് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് പൊടിക്കുന്നില്ല കേട്ടോ, അത് അതുപോലെ അങ്ങ് ഇടുന്നേ ഉള്ളൂ, അല്ല പൊടിക്കുന്നില്ല. ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ മതി. പൊടിക്കാനുള്ള സാധനങ്ങളെല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഒരു പാത്രം അടുപ്പ് വെച്ച്, ഇതാണ്ട് നിങ്ങളുടെ ഓട്ടുരുളിയാണ് വെച്ചിരിക്കുന്നത്, ചീനച്ചട്ടി. അതിനകത്തോട്ടായി ഇടുന്നത്. അതിൽ കടുകെണ്ണയല്ല ഇത് വെക്കുന്നത്. ഇപ്പം 400 ഗ്രാം കടുകെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഈ കടുകെണ്ണ വെക്കുന്ന എന്നാന്ന് വെച്ചാൽ ഒരിക്കലും പൂക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, മാങ്ങയുടെ വെള്ളം നല്ലതുപോലെ പറ്റി 2 ദിവസവും ഞാൻ ഉപ്പ് വരട്ടി വെയിലത്ത് വെച്ചുകൊണ്ട് മാങ്ങയുടെ വെള്ളം മുഴുവൻ പറ്റി. ഇങ്ങനെയായിരുന്നു ഞാൻ പണ്ട് കാലം മുതലേ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 വർഷമായാലും മാങ്ങ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ കഴിക്കുമ്പം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇനി കടുകെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇത് ചൂടായി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പൊടികൾ ഇടുക, മാങ്ങ ഇട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ കടുകെണ്ണ ചൂടായി. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ഒരുപാട് നാളിരിക്കാൻ വേണ്ടി. ഇത്രയൊന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് തീരുകയില്ല. ഇത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ അത് കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടാത്തത്. നമ്മുടെ വീട്ടിലേക്ക് മാത്രം ഉപയോഗിക്കാനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനായിരുന്നു ഞാൻ പണ്ടും ഇടുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ വർഷങ്ങളോളം ഇരിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇതിനകത്ത് കടുകെണ്ണ നല്ലപോലെ ചൂടായി. ഞാൻ തീ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഇനി പൊടിയെല്ലാം കൂടി ഇട്ട് ഇളക്കുകയാണ്. മാങ്ങ ഒത്തിരി ഉണ്ട്, മാവേന്ന് പറിച്ചെടുത്തായ. ഉലുവായും കടുകും വറുത്ത് പൊടിച്ചത്, പെരുംജീരകം ചതച്ചത്, ബാക്കി ലാസ്റ്റ് ഇടാൻ. അതിലോട്ട് മാങ്ങ ഇടുവാണ്. മുളകിൻ്റെ പച്ചമണം മാറി എല്ലാം നന്നായി. ഇനിയിപ്പോൾ നമ്മളിതിലോട്ട് മാങ്ങ ഇടുക. മാങ്ങായും അതിൻ്റെ വെള്ളമുണ്ട്. ഇത് ഞങ്ങൾ പൊട്ടുമാങ്ങ പറിച്ചിട്ട് മാങ്ങാണ്ടിയോടെ വെട്ടി കയറി 4ആക്കി കയറിയ മാങ്ങായത് കേട്ടോ. ഇത് നാട്ടുമാങ്ങായ, അത് കാരണം ഇതിന് മാംസം ഇല്ലാത്തത്. നാട്ടുമാങ്ങയ്ക്ക് മാംസം ഇല്ലല്ലോ. മാംസം ഇല്ലാത്ത മാങ്ങയായിട്ട് മാങ്ങാണ്ടിയോടെ വെട്ടി കയറിയാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പൊട്ടുമാങ്ങ മാങ്ങാണ്ടിയോടെ വെട്ടി കയറി ഇടുന്നതാണ് നല്ലത്. ഒരു ചെറിയ സ്പൂണ്, 1 സ്പൂണ് അയമോദകം ഇടും. ഇതെന്തിനാന്ന് വെച്ചാൽ വയറ്റ് നോവുണ്ടാകാതിരിക്കാനും ഗ്യാസ് വരാതിരിക്കാനും എല്ലാത്തിനും അയമോദകം നല്ലതാണ്. ഒരു ചെറിയ സ്പൂൺ അയമോദകം, കരിഞ്ജീരകം അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണിന്. ഉലുവായും കടുകും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടതായിരുന്നു. എന്നാലും സ്വല്പം ഉലുവാപ്പൊടിയും കൂടി ഇടുവാണ്. പിന്നെ നല്ല ജീരകം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിടുക. ഇനി നമുക്ക് ബാക്കി കായപ്പൊടിയുണ്ട്, കടുക് പരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്താ ടേസ്റ്റാണെന്നറിയാമോ? ഞാൻ പിന്നെ കുറേ നാളുകളായിട്ടിത് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിള്ളേരുടെ പഠിത്തം എല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ നാളായിട്ട് ഇതൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. കായപ്പൊടി ഇട്ടില്ല കേട്ടോ, കായപ്പൊടി. ഇതെല്ലാം ഇട്ട് ഒരാഴ്ച ഇത് എടുക്കാതെ അടച്ച് കെട്ടി മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ഇതെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങാവൂ. അന്നേരമാണ് ഇതിൻ്റെ ഗുണം അറിയുന്നത്. 3 ടീസ്പൂൺ കായ എത്ര മണം മുന്നോട്ട് വന്നാലും അത്ര നല്ലതാണ്. കായപ്പൊടി. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന എന്താണെന്നറിയാമോ? കടുകിൻ്റെ പരിപ്പ്. ഞാൻ പണ്ടൊക്കെ കടുക് പരിപ്പൊന്നും ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കാറില്ല. ഇതിപ്പോൾ എന്താണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചില്ല. ഇപ്പം എനിക്കത് വയ്യാത്തതുകൊണ്ട്. മറ്റേ കടുക് ഇതുപോലെ ചെറിയ ചട്ടിക്കകത്തോട്ടിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇടിക്കുന്ന ചെറിയ പിള്ളയുണ്ടല്ലോ, ഇടികല്ലിൻ്റെ, അതിട്ടിങ്ങനെ മുറത്തിനകത്തിട്ടൊന്ന് തേക്കുന്ന ഉടനെ ആ തേക്ക് പേറ്റി പെറുക്കി എടുക്കുമ്പോൾ കടുകിൻ്റെ പരിപ്പ് കിട്ടും. അങ്ങനെയായിരുന്നു ഒരു 10-15 വർഷം മുമ്പ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കടുക് പരിപ്പ് മേടിച്ചു. ഇപ്പം മെനക്കെടാൻ വയ്യാത്തതിന്
അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇത് നമ്മൾ ആരുടെയും കോപ്പിയൊന്നുമല്ല, പണ്ട് കാലം മുതലേ ഇത് വീട്ടിൽ ചെയ്തു പോരുന്ന കാര്യമാണ്. വീട്ടിൽ മാവുള്ളത് കാരണം ഇഷ്ടം പോലെ ഏത് രീതി വേണേലും മാങ്ങ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി ശീലിച്ചതായത്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളെല്ലാം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് ഇത് ഇളക്കിയത്. ഇനി എന്തായാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോവാണ്. വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോവുക. പുളിമാങ്ങായ എന്നാലും ഇതിൻ്റെ പുളി മാങ്ങയുടെ വെള്ളം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉപ്പ് വെള്ളം അതും കൂടെ ഒഴിക്കുവാണ്. ഇതിരിക്കും തോറും രുചി കൂടും. അങ്ങനെ മോഹൻലാൽ പറയുന്നില്ല, ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുമെന്ന് എന്ന് പറഞ്ഞ കണക്ക് ഈ അച്ചാർ ഇരിക്കും തോറും രുചി കൂടും. അടിപൊളി. പണ്ടൊക്കെ ആരോഗ്യമുള്ള സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ വയ്യാത്ത കാരണം എല്ലാം കാത്തു വെച്ചിരിക്കുകയാണ്. ഇന്നലെ മാങ്ങ പറിച്ചപ്പോൾ ഇതെങ്ങനെ കളയണേ നോർത്തിട്ടങ്ങ് ഉണ്ടാക്കിയതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്, കടുകണ്ണയുടെ മണം. ഇനി ഇതേലും ഒന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ ഒരാഴ്ച അവിടെ അടച്ച് കെട്ടി വെക്കുക. വെച്ച് കഴിയുമ്പം പിറ്റേ ആഴ്ച തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങാം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ. എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനിലൊന്ന് തൊട്ടിട്ട് ബെൽ ബട്ടനെ കൂടെ തൊട്ടേക്കണം കേട്ടോ. എല്ലാ മക്കൾക്കും എൻ്റെ ആശംസകൾ.